ഗോതമ്പത്തിൻ്റെ നുറുക്കുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കാറ് 3 ഗ്ലാസ് നുറുക്കാണ് കേട്ടോ. അത് നല്ലോണം ഒന്ന് കഴുകിയതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 1 വിസിലോ 2 വിസിലോ അടുപ്പിക്കും. ഞാൻ 1 വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് 3 തേങ്ങ ആണ്. ഒരു 4 തേങ്ങ ആയാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുള്ളൂ. 1 ഗ്ലാസ് റവയ്ക്ക് 1 തേങ്ങ വെച്ചിട്ടാണ് കണക്കൂട്ടിയത് കേട്ടോ. അപ്പോൾ തേങ്ങ ഉള്ളവർ കൂടുതൽ തേങ്ങ ഇട്ടോളി. ഇത് നല്ലോണം ചെരുകിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. എന്നാലേ പാല് നല്ലോണം ഒന്ന് കിട്ടുള്ളൂ കേട്ടോ. 3 വിധം പാലാക്കണം. 1 2 3 അങ്ങനെ ഓരോ പാലടച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം നമുക്ക് അതിൽ ശർക്കര ഒന്ന് തിളപ്പിക്കുക. അതിൽ അടിയിൽ ചിലപ്പം കല്ലും മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പൊയ്ക്കോളും. അപ്പോൾ ഇതിനൊക്കെ അത് തിളയ്ക്കുമ്പോഴത്തേക്ക് കൊപ്പര ഒന്ന് ഞാൻ മുറിച്ച് വെച്ചതാണ്. ഒരു കൊപ്പര ഒരു പകുതി എടുത്താലും കുഴപ്പമില്ല. കുക്കറിൽ സ്ഥലമില്ലാത്തതിനെ കൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലാക്കി. അതിനെ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ, മധുരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പോൾ 2ാം പാലപ്പോൾ ഞാൻ ഒഴിച്ചത്. ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിച്ച്. അപ്പോൾ ഇതിനൊക്കെ ശർക്കര വെന്ത് അത് അതിലേക്ക് ഒഴിക്കാനുള്ള പാകത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വേറെ ചട്ടി വെച്ചിട്ട് ഇത് കൊപ്പരൊക്കെ നല്ലോണം വേവിക്കുകയാണ്. അപ്പോൾ അത് വേകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ എന്തൊക്കെ ശർക്കര വേവിച്ചത് തിളപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് പണി ചെയ്യുമല്ലോ. അതേപോലെ 3ാം പാൽ ഞാൻ മറ്റേ അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചതാണ് കേട്ടോ, വേഗത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട്. സമയമില്ല, ദൂരാക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ വെന്തതിൻ്റെ ശേഷം ഇതിപ്പോൾ ഞാൻ ഏലക്കായ് പൊടിച്ചത് വെള്ളത്തിൽ ചേർത്തിട്ട് ഒഴിച്ചതാണ് കേട്ടോ. എന്നുവെച്ചാൽ അതിൻ്റെ ചണ്ടി കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടി.